ഹലോ, വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി. ഇന്ന് ഞാൻ സ്പാനിഷിൽ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. എനിക്ക് എവിടെ നിന്നോ കിട്ടിയൊരു പേപ്പറാണ്. ആരായി കഥ എഴുതിയതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഒരു രസം തോന്നി കഥ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ കഥ ഇതാണ്. ഇതിൻ്റെ ടൈറ്റിലാണ് കോമോ അപ്രൻഡേൻ ലോസ് നീഞ്ഞോസ്, How boys learn. കഥ വായിക്കട്ടെ. Violeta está estudiando porque mañana va a sufrir un examen. Violeta എന്ന ഒരു കുട്ടിയുടെ പേരാണ്, ഒരു ഗേളിൻ്റെ പേരാണ്. Está estudiando. She is learning. ¿Por qué? Because mañana, tomorrow, va a sufrir un examen. നാളെ അവളൊരു എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോവുകയാണ്. സുഫ്രീർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം സുഫ്രീർ സഫർ എന്നാണ്. സുഫ്രീർ ഉൻ എക്സാമൻ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ആൻ എക്സാമൻ. അതിൻ്റെ കോണ്ടക്സ്റ്റ് അനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുട്ടി നാളെ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോവുകയാണ്. Su papá, അവളുടെ പപ്പ, അവളുടെ ഫാദർ, está sentado en su butaca. അവളുടെ പപ്പ, he is sitting en su butaca. Sentar എന്ന് പറഞ്ഞാൽ to sit. ഇവിടെ പറയുന്നത് sentado, sitting en su butaca. ബുത്താക്ക എന്ന് പറയുന്ന ഒരു ആം ചെയർ ആണ്. എഴുതിയിട്ടുണ്ടെന്ന് നോക്കട്ടെ. ബുത്താക്ക, ആം ചെയർ. ലെജൻഡോ എൽ പെറിയോഡിക്കോ. ലെജൻഡോ എന്ന് പറഞ്ഞാൽ റീഡിങ്, എൽ പെറിയോഡിക്കോ ദ ന്യൂസ് പേപ്പർ. ഇതാണ് സിനറിയ. അവളുടെ ഫാദർ ഒരു ന്യൂസ് പേപ്പർ റീഡ് ചെയ്തുകൊണ്ട് ഒരു ആം ചെയറിലിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ്. പപ്പ വിളിക്കുന്നതാണ്. പപ്പ ദിസെ എയ timidamente. Dice ella, അവൾ, she says, അവൾ പറയുകയാണ്. timidamente, അതായത് ഇങ്ങനെ ഇച്ചിരി ഒരു പേടിയോടുകൂടി അവൾ പറയുകയാണ്. അല്ലെങ്കിൽ അവളുടെ ഫാദറിനോട് പറയുകയാണ്. me permites hacerte unas preguntas. me permites എന്ന് പറഞ്ഞാൽ എനിക്കൊരു പെർമിഷൻ തരുമോ എന്ന് ചോദിക്കാം. മേ പെർമിറ്റേസ് അസേർത്തെ ഉനാസ് പ്രഗുന്ദാസ്. കുറച്ച് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ള പെർമിഷൻ തരുമോ എന്ന് ഫാദറിനോട് ഈ കുട്ടി ചോദിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി പറയുകയാണ്. കിയറോ സലീർ ബിയൻ എൻ മി എക്സാമൻ ദെ ഹെയോഗ്രാഫിയ എന്ന് പറഞ്ഞാൽ കിയറോ ഐ വാണ്ട് സലീർ ബിയൻ. എനിക്ക് സലീർ ബിയൻ എന്ന് പറഞ്ഞാൽ ടു ഡു വെൽ. ശരിക്കും സലീറിനൊരർത്ഥം ടു ഗോ ഔട്ട് എന്നൊക്കെയാണ്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ ടു ഡു വെൽ, എനിക്ക് നന്നായിട്ട് എക്സാമിനേഷൻ ചെയ്യണമെന്നുണ്ട്. അത് ജിയോഗ്രാഫിയ സബ്ജക്റ്റാണ്. ജിയോഗ്രാഫിയ. അപ്പോൾ അങ്ങനെ എനിക്ക് എക്സാമിനേഷന് നന്നായിട്ട് അപ്പിയർ ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ എന്ന് കുട്ടി ഫാദറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഫാദർ പറഞ്ഞ ആൻസറാണ് കൊമോനോ, ഓഫ് കോഴ്സ്, സർട്ടൻലി, കൊമോനോ. ¿Qué quieres saber? ¿Qué quieres saber? ¿Qué what quieres? You want. What you want? Saber എന്ന് പറഞ്ഞാൽ to know. നിനക്ക് എന്താണ് അറിയേണ്ടത്? എന്ത് ചോദ്യമാണ് നിനക്ക് അറിയേണ്ടതെന്നാണ് ചോദിക്കുന്നത്. Dice el padre, ഫാദർ പറഞ്ഞു. ബഹാന്തോ എൽ പെറിയോഡിക്കോ, ഇങ്ങനെ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ, ന്യൂസ് പേപ്പർ ഇങ്ങനെ താത്തിക്കൊണ്ടിട്ട് പറഞ്ഞു, എന്താണ് നിനക്ക് അറിയേണ്ടത്? അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്. ക്വാൽ എസ് ല capital del Brasil? ക്വാൽ, what is la capital? What is the capital of Brazil? ബ്രസീലിൻ്റെ തലസ്ഥാനം എന്താണെന്നാണ് കുട്ടി ചോദിച്ചു. അപ്പോൾ ഫാദർ പറഞ്ഞു റിയോ ദെ ഹനെയിറോ. ഡിസെ എൽ പാദ്രെ. അവളുടെ ഫാദർ, പപ്പ പറഞ്ഞു റിയോ ദെ ഹെനേറിയോ. അപ്പോൾ ഈ കുട്ടി പറയുന്ന ആൻസറാണ് നോ പപ്പ,
ദീമെ എൽ നോംബ്രെ ദെ ല ന്യൂയവ ക്യാപിറ്റൽ. അതല്ല പപ്പ. ദീമെ ടെൽ മീ എൽ നോംബ്രെ പേര് ഓഫ് ദ ന്യൂ ക്യാപിറ്റലിൻ്റെ പേര് പറയാനാണ് കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ ഫാദർ പറയുകയാണ്, ജാ നോ മേ അക്വർദോ ദേ എസോ. അത് ഞാൻ ഓർക്കുന്നില്ല. ലോ സിയന്തോ മൂച്ചോ, ഐ എം സോറി എ ലോട്ട്. അപ്പോൾ കുട്ടി പറയാം, പപ്പ അടുത്ത ചോദ്യം. കെ എസ് എൽ ഓംബു. ഓംബു, കെ എസ് എൽ ഓംബു. ഓംബു എന്ന് പറഞ്ഞാൽ അതൊരു അർജൻറ്റീനയിൽ കാണപ്പെടുന്ന ഒരു ട്രീ ആണ്. അപ്പോൾ കുട്ടി ചോദിക്കുന്നത്, ഫാദറിൻ്റെ ചോദിക്കുകയാണ്, എന്താണ് ഓംബു? അപ്പോൾ ഫാദർ പറയുകയാണ്, എസോ ലോസെഞ്ചോ, അതെനിക്കറിയാം. എന്നിട്ട് പറയുക, ലോ തെങ്കോ en la punta de la lengua, pero se me olvidó. അത് എൻ്റെ നാക്കിൻ്റെ തുമ്പത്തുണ്ട്. ലാ ലെങ്കുവ എന്ന് പറഞ്ഞാൽ നാക്ക്. നാക്കിൻ്റെ തുമ്പത്തുണ്ട്, പക്ഷെ ഞാൻ മറന്നുപോയി. പാപ്പാ, കെ എസ് എൽ ഇഗ്വാസു. ഇഗ്വാസു എന്ന് പറയുന്നത് ഒരു വാട്ടർഫാളാണ്. ബിറ്റ്വീൻ ബ്രസീൽ ആൻഡ് അർജൻറ്റീന ഇടയ്ക്കുള്ളൊരു വാട്ടറാണ് ഈ ഇഗ്വാസു എന്ന് പറഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കെ എസ് എൽ ഇഗ്വാസു. അപ്പോൾ ഉടനെ പാപ്പ പറഞ്ഞു, എൽ ഇഗ്വാസു. അങ്ങോട്ട് ചോദിക്കുകയാണ്, creo que I think that es un animal pero no sé dónde vive. പപ്പ പറയുകയാണ്, ഐ തിങ്ക് അതൊരു ആനിമലാണ്, ബട്ട് നോ സേ ഐ ഡോണ്ട് നോ ദോന്തേ ബീവെ, എവിടെയാണ് ആ ആനിമൽ ജീവിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന്. ബിയോലേത്ത, അവളുടെ പേരാണ് ബിയോലേത്ത. കേള് കൺസാദ, ടയർഡായി. ദേ hacer preguntas sin recibir respuestas correctas, se calla. എന്ന് പറഞ്ഞാൽ അവൾ അങ്ങ് ടയേർഡായി. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, പക്ഷെ ഒന്നിനും കറക്റ്റായ ആൻസർ കിട്ടുന്നില്ല. അവൾ സെക്കായ എന്ന് പറഞ്ഞാൽ അവളങ്ങോട്ട് മൗത്ത് ഇങ്ങനെ ക്ലോസായി ഷട്ട് ചെയ്തു, ഒന്നും മിണ്ടാതെ ഒരു മ്യൂട്ടായി. അങ്ങനെ സെക്കായ എന്ന് പറയുന്നത്. Su padre empieza a creer que su hija tiene algo. അപ്പോൾ അവളുടെ ഫാദർ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. empieza സ്റ്റാർട്ട് ചെയ്തു, തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങി. കെ സു ഈഹ തിനെ, അവിടെ എൻ്റെ കുട്ടിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചോദ്യം ഉണ്ടാവുമായിരിക്കും എന്ന് ഫാദർ അങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. കെ തേപ്പാസ ഹീത്ത, ഇങ്ങനെ കുട്ടി ഒന്നും മിണ്ടായിരുന്നപ്പം ഫാദർ ചോദിക്കുക, കെ തേപ്പാസ, നിനക്ക് എന്ത് പറ്റി? ഈ ഹീത്ത എന്ന് പറഞ്ഞാൽ, ഈഹ എന്ന് പറഞ്ഞാൽ ഡോട്ടർ, ഈ ഹീത്ത എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ലൗലി ആയിട്ട് പറയണതാണ് ഈ ഹീത്ത. അപ്പോൾ കുട്ടി പറഞ്ഞു, നോ തെങ്കോ നാദാ പപ്പ, ഒന്നുമില്ല പപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറയണേ, നോ തേനസ് മാസ് പ്രകുന്താസ്, നിനക്ക് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലേ? അത് കംപ്ലീറ്റ് ആതോ തു തറയാ ഈ ഹീത്ത, നീ നിൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ? അപ്പോൾ കുട്ടി പറഞ്ഞു, തെങ്കോ മൂച്ചാസ് പ്രകുന്താസ്, എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പേരോ ബട്ട് നൊക്കിയരോ എനോഹാർത്ത്, എനിക്ക് പപ്പാനെ ഇങ്ങനെ ദേഷ്യപ്പിടിപ്പിക്കാൻ എനിക്കിഷ്ടമില്ല, അല്ലെങ്കിൽ പപ്പാനെ ഡിസ്റ്റർബ് ചെയ്യാൻ, അപ്സെറ്റ് ആക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ പറയുക, നൊക്കിയരോ ട്രയേർത്തെ മിസ് പ്രോബ്ലമാസ് ക്വാന്തോ എസ്താസ് കൻസാദോ. അവൾ പിന്നെ പറയണത്, എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ബ്രിങ്, ട്രയേർത്ത് എന്ന് പറഞ്ഞാൽ ബ്രിങ് ടു യു, എൻ്റെ പ്രോബ്ലംസും എനിക്ക് ബ്രിങ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. വെൻ എസ്താസ് കൻസാദോ, വെൻ യു ആർ ടയേർഡ്. ഈ deseas leer el periódico o quieres dormirte. പപ്പ വിഷ് ചെയ്യുന്നത് വായിക്കാൻ, ന്യൂസ് പേപ്പർ വായിക്കാനാണ്, അല്ലെങ്കിൽ പപ്പയെ സ്ലീപ്പ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് എൻ്റെ പ്രോബ്ലംസ് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് പറഞ്ഞു. എൽ പാദ്രെ ദേഹ കയ്യെ സു പെരിയോഡിക്കോ ഇതിസെ. അപ്പോൾ ഫാദർ ആ പേപ്പർ അങ്ങോട്ട് താഴെ ഇട്ട് എന്നിട്ട് പറഞ്ഞു, നോ സേയാസ് തോന്ത, ഡോണ്ട് ബി സില്ലി, നോ തെങ്കസ് മീതോ ദേ ഹസേർമേ പ്രകുന്ത, നീ ഒട്ടും പേടിക്കണ്ട എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട്. ten confianza en su papá, en tu papá. നീ നിൻ്റെ പപ്പയോട് ട്രസ്റ്റ് ചെയ്യുക. മീര നോക്ക്, si tú no haces preguntas, നീ
ചോദ്യങ്ങൾ ചോദിച്ചില്ല എങ്കിൽ കൊമോ ബാ അപ്രന്തർ, നീ എങ്ങനെ പഠിക്കും? ഇത്രയേ ഉള്ളൂ കഥ. ഇത് രസമല്ലേ? കൊച്ചു ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നു, ഒരു ചോദ്യത്തിന് കറക്റ്റായ ആൻസർ പറയുന്നില്ല. കുട്ടി സൈലൻ്റായി. അന്നേരം പാപ്പ പറയുകയാണ്, ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ കൊമോ ഹാവ് ബാസ അപ്രന്തർ, നീ എങ്ങനെ ലേൺ ചെയ്യും? അപ്പോൾ ഇന്നത്തെ ക്ലാസ് തീർന്നു. ഒരു കഥയിൽ നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. സീ യു ലേറ്റർ. ബൈ.